വരാം. ശ്രീ ബേസിൽ ജോൺ, സൗജന്യങ്ങൾ നൽകിയതുകൊണ്ട് മാത്രം ഒരു ജനതയെ എല്ലാ കാലത്തും കബളിപ്പിക്കുവാൻ പറ്റുകയില്ല എന്ന ശക്തമായ സന്ദേശമാണല്ലോ ഡൽഹി ജനത നൽകിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക്. ഇത് സൗജന്യങ്ങൾ നൽകി കബളിപ്പിച്ചു എന്ന് പറയുന്ന വാക്കൊന്ന് മാറ്റണം. കാരണം സൗജന്യങ്ങൾ നൽകി എന്നുള്ള യാഥാർത്ഥ്യമാണ്. സൗജന്യങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഡൽഹി ജനതയെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഡൽഹി ജനത ഇതുവരെ കാണാത്ത രീതിയിൽ അവർക്ക് ഈ സൗജന്യങ്ങൾ നൽകുകയും അതുപോലെ തന്നെ അത് അവർ അനുഭവിക്കുകയും ചെയ്തു 10 കൊല്ലം. ഈ 10 കൊല്ലം ആ സൗജന്യങ്ങൾ അനുഭവിച്ച ആളുകളെ നമ്മൾ എങ്ങനെ കബളിപ്പിച്ചു എന്ന് പറയും? ആ വാക്ക് എന്നോട് എനിക്ക് യോജിപ്പില്ല. ഈ 10 കൊല്ലം ആളുകൾക്ക് ജനക്ഷേമ രാഷ്ട്രീയം അല്ലെങ്കിൽ വെൽഫെയർ പൊളിറ്റിക്സ് ഡൽഹി ജനതയ്ക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് ആം ആദ്മിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്, അംഗീകരിക്കുന്നു, ക്രിയാത്മകമായി പ്രതിപക്ഷമായി മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരിക്കലും ആം ആദ്മി പാർട്ടി ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡൽഹി ചെയ്തിട്ടുള്ളത്. പിന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞാൽ ശരിയാണ്. ഒരുപക്ഷെ ഈ ഡൽഹിയിൽ എങ്ങനെയാണ് ഭരണം മുൻപോട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ചെയ്യുവാൻ സമ്മതിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്വതന്ത്രമായ ഒരു മുഖ്യമന്ത്രിയുടെ അവകാശം കൊടുത്തിട്ടുണ്ടോ? ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ പ്രസ് ചെയ്യാമോ, ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാമോ, അത് ഏതെല്ലാം മാർഗത്തിൽ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട സേനാധികാരി പറഞ്ഞൊരു കാര്യം, അത് മനുഷ്യ യോജിച്ച പോലെ ഒരു കാര്യമാണ്. അത് കൃത്യമായി പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ പറ്റി നരേന്ദ്രമോദി കള്ളനെന്നോ അഴിമതിക്കാരനെന്നോ കൊള്ളക്കാരനെന്നോ നുണയെന്നോ ഒക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ 3-4 മാസങ്ങൾ മുമ്പ് വരെ തോളിൽ കൈയിട്ടുകൊണ്ടിരുന്നിട്ട് അരവിന്ദ് കെജ്രിവാൾ പുണ്യവാനാണെന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം കള്ളനാണ്, ഡൽഹിയിലെ മദ്യ അഴിമതിയുമായി കൂട്ടുണ്ട്, അതിനകത്ത് അഴിമതി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല എന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. പക്ഷെ അതിന് കോൺഗ്രസ് നൽകുന്ന ഒരു മറുപടി കൂടിയുണ്ട്. ആം ആദ്മി പാർട്ടിയെ വേണ്ട എന്ന് കോൺഗ്രസ് അല്ല പറഞ്ഞത്, കോൺഗ്രസിനെ വേണ്ട എന്ന് ആം ആദ്മി പാർട്ടിയാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസ് ഡൽഹിയിൽ മത്സരിക്കാതെ മാറി നിൽക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ശ്രീ ബേസിൽ ജോൺ. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അപ്പോൾ നിങ്ങളാണ് കോൺഗ്രസിനെ വേണ്ട എന്ന് പറഞ്ഞത്. അതിന്റെ തുടക്കം എവിടെയാ? ഹരിയാന ഇലക്ഷൻ കുറച്ച് നാൾക്ക് മുമ്പ് നടന്നത്. ഹരിയാനയിൽ ഇവർക്ക് വേണ്ടി പ്രചരണം നടത്തുവാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ റെഡിയായിരുന്നു, ആം ആദ്മി പാർട്ടി റെഡിയായിരുന്നു. പക്ഷേ ഹരിയാനയിൽ അമിത ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസിന്. കോൺഗ്രസ് വിചാരിച്ചത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ചു കൊടുത്തുകൊണ്ട് പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന്റെ ഉത്തരവാദിത്വം ആ കക്ഷികളിലെ അല്ലെങ്കിൽ ഘടകകക്ഷികളിലെ ആ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുന്ന ഭരണകക്ഷിക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കക്ഷിക്കാണ്. അത് ചെയ്യാതെ ഹരിയാനയിൽ തങ്ങൾ തന്നെ ജയിച്ചോളാം, അവർ ഓളം കണ്ടപ്പോൾ എല്ലാവരും കൂടി മൊത്തത്തിൽ ഹരിയാനയിൽ വിജയം മുഴുവൻ കൊയ്തെടുക്കാം, ആം ആദ്മി പാർട്ടിയെ വെറുതെ തട്ടിക്കളയാമെന്ന് വിചാരിച്ച് ഹരിയാനയിൽ സീറ്റ് കൊടുക്കാതെ ഇന്ത്യ സഖ്യത്തിന് മത്സരിക്കുവാൻ തയ്യാറാവാതിരുന്ന ആരായിരുന്നു? അതിന്റെ തുടർച്ചയെന്നോണമാണ് ആം ആദ്മി പാർട്ടിക്കുണ്ടായ വിഷമത്തിൽ ഡൽഹിയിൽ തന്നെ മത്സരിച്ചോളാമെന്ന് പറഞ്ഞത്. അതിന് തുടക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സത്യമല്ലേ? ശരി, ശ്രീ മോഹൻ വർഗീസ്.